ഇന്നത്തെ ഉച്ചവിശേഷമാണേ. ദേ മുരിങ്ങയിലക്കറിക്കായിട്ട് മുരിങ്ങയില എല്ലാം എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തോരനായി ദേ എല്ലാം അരിഞ്ഞ് വെച്ച് തേങ്ങയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മി മിക്സിയിലിട്ട് ഞാൻ വെച്ചതേ ഓർമ്മയുള്ളൂ. തിരിഞ്ഞ് നോക്കുമ്പോൾ അതവിടെ ഇല്ല. ദേ ഇരിക്കുന്ന ഒരാൾ. ഈ തേങ്ങ എവിടെ നിന്നാ മോനെടുത്തേ? അങ്ങനെ ആരെടുത്ത് തന്നത് മോന്? ആര് തേങ്ങ എടുത്ത് തന്നത്? അവിടെ നിന്ന് ആര് തേങ്ങ എടുത്തത്? മോൻ തന്നെ എടുത്ത് തിന്നുവാണോ? ഞാൻ അരയ്ക്കാൻ വെച്ച തേങ്ങ അത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ അരയ്ക്കാൻ എടുത്ത് വെച്ചതായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചോ? ആ കൊള്ളാം, സൂപ്പർ. അല്ലേ പെണ്ണ്. കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ തേങ്ങയൊക്കെ വാങ്ങിച്ച് ദേ അരപ്പിനുള്ള അരപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി എടുത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ സമയം നമ്മളൊന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല അടിപൊളി പണി കിട്ടും. പിന്നെ കുനുകുനാന്നരിഞ്ഞ കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പം നല്ലൊരു സ്മെല്ലുണ്ട്. എത്ര പേർക്ക് ആ സ്മെല്ല് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ കറിയുടെ മെയിൻ താരം മുരിങ്ങയില. മുരിങ്ങയിലക്കറിക്കകത്ത് മുരിങ്ങയിലയല്ലേ താരം. അങ്ങനെ ആ മുരിങ്ങയിലയൊക്കെ ഇട്ട് നല്ലോണം ഇങ്ങനെ വാട്ടിയെടുക്കണം. ഇലയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് തിളപ്പിക്കരുത്. നല്ലതായിട്ടൊന്ന് ചൂടാവുക മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരന് ബീട്രൂട്ടൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം ദേ അരപ്പൊക്കെ ഇട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് ബീട്രൂട്ട് തോരൻ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തോരനെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ മീൻകറി വയ്ക്കാനായിട്ട് പോയി. മീൻകറിയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, ആ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞപ്പം പുളിവെള്ളം ചേർത്ത്, കുടംപുളിയാണ് ഇട്ടത്. പിന്നെ നമുക്കിന്ന് കിട്ടിയത് കണനയിലയായിരുന്നു. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ മീൻകറി എല്ലാം എന്തേ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം. നല്ല ചൂട് ചോറും മുരിങ്ങയിലക്കറിയും ബീട്രൂട്ട് തോരനും ആ മീനിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്ത് വെച്ച് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്കിങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് അങ്ങനെ ഇഷ്ടമായിരിക്കത്തില്ല. ദേ ഇവിടെ എല്ലാവരും ഊണ് കഴിക്കുകയാണേ, ഞാനും ഊണ് കഴിക്കുകയാണ്. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.